നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികളെല്ലാം പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണർന്നിരിക്കുകയാണ്. ഒരുപാട് ഇളവുകളാണ് ഇതിനോടകം തന്നെ പ്രവാസികൾക്കായി അധികൃതർ നൽകി വരുന്നത്. അത്തരം ഇളവുകൾ ഏറ്റവും കൂടുതൽ നൽകിയത് UAE തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടവും UAEക്ക് കൈവന്നു ചേർന്നത്. അതെ, ലോകത്ത് ഏറ്റവും അധികം അന്താരാഷ്ട്ര യാത്രക്കാരെ സ്വീകരിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ ഒന്നാമത് നിൽക്കുകയാണ്. 2021 2.91 കോടി അന്താരാഷ്ട്ര യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. 2020 ഇത് 2.59 കോടിയായി മാറിയിരുന്നു. 30 ലക്ഷത്തിലേറെ യാത്രക്കാർ അധികം എത്തിയതോടെ വർധന 12.7% മാറി. ഈ വർഷം അവസാനത്തോടെ 5.51 കോടി യാത്രക്കാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇസ്താംബുൾ, ആംസ്റ്റർഡാം വിമാനത്താവളങ്ങളാണ് അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമുള്ളത്. ഫ്രാങ്ക്ഫർട്ട്, പാരീസ് എന്നിവ യഥാക്രമം 4ഉം 5ഉം സ്ഥാനങ്ങൾ നേടിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. UAEയിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ യാത്രക്കാർക്ക് വേണ്ടി ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ. അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങളാണ് വർദ്ധിപ്പിക്കുക. എയർ അറേബ്യ, എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ് എന്നീ കമ്പനികളാണ് കൂടുതൽ സർവീസുകൾ നടത്തുന്നത്. ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്കാണ് പുതിയ സർവീസ്. അബുദാബിയിൽ നിന്നും കണ്ണൂർ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് ഗോയർ സർവീസുകൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ, ഡൽഹി, ജയ്പൂർ എന്നിവിടങ്ങളിലേക്ക് എയർ അറേബ്യ സർവീസ് നടത്തുമെന്നാണ് വിവരം. അബുദാബി വിമാനത്താവളത്തിന്റെ വേനൽക്കാല ഷെഡ്യൂളിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 27 മുതലാണ് എയർ അറേബ്യ അബുദാബി സർവീസ് ആരംഭിക്കുക. ഇതോടെ എയർ അറേബ്യ അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടത്തുന്ന സർവീസുകളുടെ എണ്ണം 6 ഉയരും. ഇന്ത്യയുടെ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിച്ച ശേഷം എമിറേറ്റ്സ് എയർലൈനാണ് കൂടുതൽ സർവീസ് നടത്തുന്നത്. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ 170 വിമാനങ്ങൾ സർവീസ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദുബായ്, മുംബൈ റൂട്ടിൽ എമിറേറ്റ്സ് പ്രതിദിന A380 സർവീസും തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അബുദാബി വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസും സർവീസ് നടത്തിവരികയാണ്. അതേസമയം കോവിഡ് മഹാമാരിയും കോവിഡിന്റെ 2ാം തരംഗവും രാജ്യത്തെ വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്നാൽ മാർച്ച് 27 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിച്ചു മുറയ്ക്കാണ് വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ രംഗത്തെത്തിയത്. ഷാർജ, കോഴിക്കോട് വിമാന സർവീസ് വീണ്ടും പുനരാരംഭിച്ചിരുന്നു. മാർച്ച് 28 മുതലാണ് സർവീസുകൾ ആരംഭിച്ചത്. അന്താരാഷ്ട്ര വിമാന വിലക്ക് നീക്കിയതോടെയാണ് വിമാന സർവീസ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. പ്രവാസികൾക്ക് ഏറെ സഹായകരവും ആകർഷിക്കുന്നതുമായ വിമാന സർവീസുകളിൽ ഒന്നാണ് ഷാർജ, കോഴിക്കോട് വിമാന സർവീസ് എന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.